ഹലോ, നമുക്കിന്ന് മുട്ട ചുറ്റിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി കുക്കറിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുട്ട എടുക്കുക. ഞാനിവിടെ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട വെക്കുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിക്കണേ. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം ഈ ഒരളവിൽ ചേർത്താൽ മതി. വെള്ളം അധികമായാൽ വിസിൽ വരുമ്പോൾ വെള്ളം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ടയുടെ ചൂട് പെട്ടെന്ന് മാറിക്കിട്ടാൻ നമുക്ക് നോർമൽ വാട്ടറിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മുട്ടയുടെ തോട് ഇതേപോലെ പെട്ടെന്ന് ഇളകി വരും. പൊട്ടിപ്പോവുകയും ചെയ്യുകയില്ല. എനിക്ക് സഹായത്തിന് കുട്ടിപ്പട്ടാളവും വന്നിട്ടുണ്ട്. മുട്ട വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അധികം പ്രസ് ചെയ്യാതെ മുട്ടയുടെ 3 വശങ്ങളിലായി ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. വരയുമ്പോൾ മുട്ടയുടെ മഞ്ഞയിൽ തട്ടാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ടത്. എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി കൂട്ടിലേക്ക് വെള്ളം അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് മുട്ട ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. വരയിട്ടത് കൊണ്ട് മസാല പെട്ടെന്ന് തന്നെ പിടിക്കും. മുട്ട റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതാ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്രൈ ചെയ്തെടുത്താലോ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇതിലേക്ക് മുട്ട നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മുട്ടയായതുകൊണ്ട് തന്നെ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുട്ട ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം. ഇടയ്ക്ക് 2-3 തവണ ഇങ്ങനെ ചുറ്റിച്ച് കുറച്ച് നേരം നമുക്ക് മുട്ട അടച്ചു വെക്കാം. അപ്പോൾ ഇതാ മുട്ട ചുറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അതാണ് ഹെൽത്തിയും ടേസ്റ്റിയും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ചുറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഒപ്പം ഷെയറും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.